മുൻ BJP പ്രവർത്തകൻ ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവർത്തകൻ ശ്രീ സന്ദീപ് വാര്യർ ചേരുകയാണ്. സന്ദീപ് വാര്യർ, BJP-യുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അധ്യക്ഷൻ രാജ്യസന്നദ്ധത അറിയിച്ചു. പക്ഷേ രാജ്യസന്നദ്ധത അറിയിക്കുമ്പോഴും തോൽവിക്ക് കാരണമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിനെതിരെയാണ് തുടങ്ങിയ വാർത്തകളൊക്കെയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? അല്ല, ഞാൻ ഇന്നലെ കാലത്ത് 10 മണിയോടുകൂടി BJP-യുമായി ബന്ധപ്പെട്ട അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് നിർത്തിയതാണ്. കാരണം ഞാനിപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി പറഞ്ഞു നിർത്തിയ ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഏറെ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. പക്ഷെ എന്തായാലും ഇത്തരം ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ഇപ്പോ രാജ്യസന്നദ്ധത അറിയിച്ചതൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണല്ലോ. ഈ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് പറയുന്നത് ഒരു PR എക്സസൈസ് ആണ്, ഒരു നാടകമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യസന്നദ്ധ ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ടബിൾ ആണ് എന്ന് സുരേന്ദ്രന് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്യേണ്ടിരുന്നത്. രാജിവെക്കാതെ രാജ്യസന്നദ്ധ അറിയിച്ചു എന്ന് പറയുന്നത് അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പുറകെ വരും എന്ന പ്രതീക്ഷയിലാണ്. ഇവിടെ കേരളത്തിലെ BJP പ്രവർത്തകരെ പറ്റിക്കാനുള്ള മറ്റൊരടവ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, BJP-യിൽ ഇപ്പം നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം, അതല്ലെങ്കിൽ സുരേന്ദ്രൻ ഇരിക്കുന്ന കസേര ആഗ്രഹിച്ചുള്ള മറുപക്ഷത്തിന്റെ പോരാട്ടം, അതിന്റെ ഭാഗമാവാനും എന്തായാലും തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി കോടാലിക്കൈയായി മാറാനൊന്നും ഞാനില്ല. ഞാൻ എന്റെ നിലപാടുകൾ പരസ്യമായി ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് പറഞ്ഞു പുറത്തു വന്നിട്ടുള്ള ആളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. ഞാനിപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അന്തസ്സും കുലീനതയും കാത്തു സൂക്ഷിക്കും വിധമുള്ള പ്രതികരണങ്ങളിൽ മാത്രം ഏർപ്പെടാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ എന്തായാലും ഒരു ചൂരിൽ പിടിച്ച് മാരാർജി ഭവന്റെ ചുറ്റും നടന്നാൽ ആ പാർട്ടി നന്നാവാൻ പോകുന്നില്ല. ചോദിച്ചോട്ടെ, ഇപ്പോ പുറത്തു വന്നു താങ്കൾ കോൺഗ്രസിലെത്തി, ഇനി BJP-യുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പറയുന്നതിൽ ഒരു യുക്തിക്കുറവുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പൊ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പരാജയത്തെ ചൊല്ലിയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ BJP അണികൾ ആരെങ്കിലും താങ്കളുമായി താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ച് താങ്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ BJP കേന്ദ്രങ്ങളിൽ നിന്നോ അണികളോ? സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും, ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് നിങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് കാലം തെളിയിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പലരും പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP തോൽക്കണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു സന്ദീപേട്ട എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളാണ് ശരിയെന്ന് തെളിയിക്കപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് തെളിഞ്ഞു, അതിൽ സന്തോഷമെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ എന്നെ വിളിച്ചിട്ടുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പൊ അങ്ങ് BJP-യിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അവിടെ നിന്ന് വന്നു എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ പബ്ലിക്കായി പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ BJP-ക്കുള്ളിൽ അനിവാര്യമായത് സംഭവിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് എവിടെ ചെന്ന് നിൽക്കും? നമുക്ക് ഈ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് ഏറെക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടേതൊരു വൈബ്രന്റ് ഡെമോക്രസിയാണ്. ഇത് 2024 സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കൊരു ചെകുത്താൻ കോട്ട കെട്ടി അതിനകത്ത് എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും കുഴിച്ചു മൂടിക്കൊണ്ട് ഏറെക്കാലം ഏകഛത്രാധിപതിയായി വിരാജിക്കാനാവില്ല എന്നുള്ളതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്. ആ കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് കേരളത്തിലെ BJP-ക്കുള്ളിൽ നടക്കുന്നത്. അതിലപ്പുറം എന്താ പറയേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോ സുരേന്ദ്രൻ ഇങ്ങനെ രാജ്യസന്നദ്ധത അറിയിക്കുന്നു, അങ്ങനെ പറഞ്ഞ പോലെ രാജ്യസന്നദ്ധത അറിയിക്കുകയല്ല, രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു വേണ്ടതെന്നാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനം വന്നേക്കാം. എങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താങ്കൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വരിക, അത് ചർച്ച ചെയ്യപ്പെടുക, അങ്ങനെ ഒരു നല്ല മാറ്റം BJP-യിൽ, താങ്കൾ പുറത്തെ ആളാണെങ്കിൽ പോലും നല്ല മാറ്റം ഉണ്ടാകുമെന്നൊരു ശുഭപ്രതീക്ഷ എവിടെയെങ്കിലും സന്ദീപ് വാര്യർക്കുണ്ടോ? ഒന്നാമത്, നിങ്ങൾ ഈ പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിലെ BJP ഘടകത്തോട് ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ BJP ലീഡർഷിപ്പിനോട് കേന്ദ്ര നേതൃത്വത്തിന് ഒരു താല്പര്യവുമില്ല. അവർക്ക് ആകെ താല്പര്യമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുരേഷ് ഗോപിയോട് മാത്രമാണ്. മറ്റൊരാളോടും കേരളത്തിലെ പൊളിറ്റിക്സിനോടും അവർക്ക് താല്പര്യമില്ല. അവരുടെ ശ്രദ്ധിക്കാറുമില്ല. നോക്കൂ, ഇവിടെ കേരളത്തിലേക്ക് തന്നെ പ്രഭാരിയായി വിട്ടതാരെയാണ്? പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വേറെ ഇനി ഒന്നും ഒരു സംഭാവനയും BJP-ക്ക് ചെയ്യാനില്ലാത്ത ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റിലേക്ക് പോയിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറെ ഇങ്ങോട്ട് വിട്ടു. അദ്ദേഹം ഇവിടെ വന്ന് നല്ല രീതിയിൽ സുഖമായിട്ട് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നതിലപ്പുറം മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കേരള BJP-യിൽ ദേശീയ നേതൃത്വത്തിന് ഒരു താല്പര്യവുമില്ലാതെ പോയത്? ഇനി താല്പര്യമുണ്ടായിരുന്നു, അവർക്കനുസരിച്ചുള്ള അവർ പറയുന്നതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഇന്നും ആ പാളയത്തിൽ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു.
അല്ല, ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ ചില കുഴപ്പങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത് കേരള പൊളിറ്റിക്സ് അവർ മനസ്സിലാക്കുന്നില്ല. ഈ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലറിക്കൽ ജോലി പോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതായത് കേന്ദ്രത്തിൽ നിന്നൊരു നിർദ്ദേശം വരുന്നു, അത് ഇവിടെ കണക്കെഴുതി തിരിച്ചയക്കുന്നു. അതുപോലെയല്ല നമ്മളൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്തുന്നു? ദൈനംദിനം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുക, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഇടപെടുക, അവരുടെ ഒരുപക്ഷെ അവർക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരാം, അതല്ലെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു ആവശ്യം ഉണ്ടാകാം, വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വരാം. അങ്ങനെ ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രാദേശിക തലത്തിൽ നിന്ന് അങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു വളർച്ചയും ജനങ്ങളുടെ ഇടപെടലുകളൊക്കെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടത്. ഇതൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പതിവില്ലാത്ത കാര്യമാണ്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാതെ മൻ കി ബാത്ത് കാണുക, ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, നമസ്തേ പറയൂ സംഘമിത്രങ്ങളെ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല. അപ്പുറം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സംഘടന ഈ തരത്തിലായിട്ടുള്ളത്. അത് ഇനി നന്നാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അവരെന്തായാലും അങ്ങനെ പോട്ടെ. സന്ധ്യ വാര്യർ പ്രതികരിച്ചത്